ഖസാക്ക് വീട് വിട്ടു പോകാൻ പറയുന്നില്ലല്ലോ കുടുംബം എന്നാണ്. അപ്പൊ അങ്ങനെ അത് ഫില്ല് ചെയ്തപ്പോ അത് വലിയ ഒരു സംഭവം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിവന് സഹ സംവിധായകൻ കൂടിയായിരുന്നു, ആക്ടറാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് പഴികെട്ട ആളാണ്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന അരങ്ങിന്റെ അടുക്കള അല്ലെങ്കിൽ കലവറ കുറിച്ച് ശിവൻ ബാക്കി കുറച്ചുകൂടെ പറയും. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ബിനോയുടെ നോവലിനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ നോവല് ഒരു ഭാരം ഇല്ലാതെ വായിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. കാരണം നമുക്കിങ്ങനെ വായനയോട് പല ആളുകളും വിമുഖമായിരിക്കുന്നതിന്റെ ഒരു കാരണം അതിനകത്തുള്ള ഭാരമാണ്. അതും തുടക്കത്തിലൊന്നും ഒരാൾക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. നമ്മുടെ പുതിയ കുട്ടികൾ വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് അഖിലിനെ വായിക്കുന്നു പറഞ്ഞ പ്രശ്നം അവര് വേറെ വായിച്ചാൽ അവർക്ക് താങ്ങില്ല. അപ്പൊ അവർക്ക് അങ്ങനെ എല്ലാ മനുഷ്യരോടും, ഒരുപക്ഷെ നല്ല വായനാശീലമുള്ളവരോടും അല്ലാത്തവരോടും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ആ നോവലിന്. അതിന്റെ റീസൺസ് അത് നിലനിർത്തണം നാടകത്തിന് എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അരീനയിലേക്ക് വന്ന് ആളുകളെ ചുറ്റും കൂടിയിരുത്തി അങ്ങനെ സരസമായി തന്നെ അവരോടും സംസാരിച്ചു. ആ നോവലിന്റെ ആ രൂപം ഞങ്ങൾക്ക് നിർബന്ധമായിട്ട്. മാത്രമല്ല അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള തമാശകളെല്ലാം തന്നെ നോവലിന്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ അതിനകത്തുള്ള സാധനങ്ങളാണ്. അത് നമ്മളൊന്ന് പൊലിപ്പിക്കുക മാത്രമാണ് ആർട്ടിസ്റ്റുകൾ എന്നുള്ളത് എനിക്ക് ചെയ്യുന്നത്. പെർഫോമൻസിലൂടെയാണ് അത്രേ ഉള്ളൂ. കാരണം അത്രയും അതിങ്ങനെ കിടക്കുക. അതാണ് അതിന്റെ ഒരു ഞങ്ങളെ ആകർഷിച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോഴും ഈ വിജിയിലേക്ക് എത്തുമ്പോഴും ഉള്ള രണ്ട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ വിജിയുടെ ഒരു ഡയലോഗ്, വിജി നാടകം അവസാനിക്കുമ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ്, ഖസാക്ക് ഇറങ്ങിയ കാലത്ത് ലോകമൊട്ടുക്ക് പടർന്നു പിടിച്ചിട്ടുള്ള വിഷാദത്തെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ല. പുരുഷനോട് ഇത്രയും വായിച്ച് അതിനെപ്പറ്റി സംസാരിച്ച് അതിനെപ്പറ്റി എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ എന്റെ കൃഷ്ണേന്ദുവിനെ പോയി കണ്ട് സംസാരിച്ച് വരുന്ന ആളാണ്. അയാളോടാണ് ഈ പറയുന്നത്. എന്നിട്ട് വിജി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം കൂടിയിട്ട്, നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് കേരളത്തിലെ കുടുംബങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ലേ? എന്താണ് പുസ്തകം ഇരുന്ന് ചർച്ച ചെയ്താൽ, വീട്ടിലൊരു പുസ്തകം ഇരുന്ന് ചർച്ച ചെയ്താൽ എന്താണ്, സീരിയൽ മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ സത്യത്തില് ഒന്നും, അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നോർവേയിലെ മൈസ്റ്റകൾ എന്ന് പറയുന്ന നൗസ്ഗാർഡിന്റെ പുസ്തകം അവിടെയുള്ള എല്ലാ വീടുകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം അതെന്താണ് പറയുന്നത്, നൗസ്ഗാർഡിന്റെ ലൈഫ് തന്നെയാണ് പറയുന്നത്, പൂർണ്ണമായിട്ടും പറയുന്നത് അത് തന്നെയാണ്. അപ്പം ഈ ഒരു സംസ്കാരമല്ലേ, അതായത് വായനയിൽ വളരെ മുന്നേ തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒത്തിരി മുന്നോട്ട് പോയവരാണ് നമ്മൾ. അവിടെ നിന്നും എന്തേരം പിന്നെ സഞ്ചരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതായത് പ്രാഥമികമായ വായനയിൽ ഇപ്പം നമ്മൾ ഈ പ്രസിദ്ധീകരണങ്ങൾ ഭയങ്കര, ഞാനൊക്കെ അങ്ങനെ വായനയിലേക്ക് വന്ന ആളുകളാണ് നമ്മളെല്ലാം. ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ആ ഘട്ടത്തിൽ നിന്ന് വന്നുകൊണ്ട് ഇന്ന് ലോക സാഹിത്യത്തിൽ ട്രെൻഡായ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിൽ വായിക്കപ്പെടുന്ന ആളുകളെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഒരു വളർച്ച ഉണ്ടായി, ഇതുണ്ടാകണ്ടേ. പക്ഷേ കേരളത്തിൻ്റെ വായനാ സംസ്കാരം ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു, ഈ വളർച്ച ഉണ്ടാകാതെ ഇത്തരം നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഭാരങ്ങളുള്ള ആ സാധനത്തിലേക്ക് തട്ടിത്തടഞ്ഞ് നിന്നുപോയി. അപ്പോൾ അത് ജനകീയമല്ലാതായി. വീണ്ടും വായന ജനകീയമായപ്പോൾ നമ്മൾ അഖിൽ പി ധർമ്മജനും നിമ്ന വിജയൻ അവരൊക്കെ വായനയെ വീണ്ടും ജനകീയമാക്കുമ്പോൾ എന്താണ്, അതിൽ നിന്നൊരു വളർച്ച വേണം. ആ വളർച്ചയാണ് നിങ്ങൾ നാടകത്തിൽ പറഞ്ഞ വിജി പറയുന്ന നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്ന ആ വളർച്ചയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതല്ലേ നമ്മൾ സ്വപ്നം കാണുന്നത്? ആ വായനയുടെ ഒരു വളർച്ച കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ നാടകത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം, ഈ ഒരു കൃതിയുടെ വായന വീടുകളിൽ നടക്കട്ടെ, വീടുകളിൽ ഇതിൻ്റെ ചർച്ച നടക്കട്ടെ, ആ കുട്ടികൾ അത് കേട്ട് വളരട്ടെ, സാഹിത്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള പുതിയൊരു ആശയമാണ്. സാഹിത്യമായിട്ട് തന്നെ വായിക്കപ്പെടട്ടെ. അതിന്റെ അതായത് ഒരു പുസ്തകം വായിക്കുമ്പോൾ വിവിധ നിലകളിലുള്ള ആളുകൾ കുടുംബത്തിലുണ്ട്. ബാല്യമുള്ളവരുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്, യൗവനമുള്ളവരുണ്ട്, ലിംഗഭേദങ്ങളുള്ളവരുണ്ട്. ഇവരെല്ലാം കുടുംബത്തിലുണ്ട്. ഇവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു തുറസായ ഇടമായിട്ട് മാറുമ്പോഴല്ലേ കുടുംബത്തിലെ പുസ്തക ചർച്ച എന്ന ആശയമാണ് നിങ്ങൾ മുൻപോട്ട് വെച്ചത്. പറയാൻ കാരണം നോക്കൂ, നമ്മള് സിനിമ കാണാൻ പോകുമ്പോൾ, നാടകം കാണാൻ പോകുമ്പോൾ എല്ലാം കുടുംബമായിട്ട് പോകും. പുസ്തകത്തിന്റെ കാര്യത്തിൽ മാത്രം എന്താ അത് വരണ്ടേ, അതും കൂടെ വരണ്ടേ എന്നുള്ളത്. അപ്പം എല്ലാവരും വായിച്ചാൽ, ഒരു ബുക്ക് വീട്ടിൽ വാങ്ങി എല്ലാവരും വായിച്ചിട്ട് ഒരു ദിവസം തീരുമാനിച്ച് ചർച്ച ചെയ്താൽ അതിന്റെ രസമല്ലേ. സ്ത്രീ നേതൃത്വം കൊടുക്കും. ഇത് നമ്മൾ മലയാളത്തിൽ ഉണ്ടാകേണ്ട പുതിയൊരു സംസ്കാരത്തെ പറ്റിയാണ് നാടകം പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് വേറൊരു ഇത് തോന്നിയത്,
ഇപ്പം ശിവപ്രസാദ് മാഷ് ഭീഷണി നേരിടുന്നു എന്നൊക്കെ പറയുന്നു. ഇതിനെതിരെയുള്ള ഒരു സാധനം കൂടെ അല്ലേ ആ പറഞ്ഞു വെച്ചത്? അത് കലയും സാഹിത്യരൂപവും ഒക്കെ ഇത്തരത്തിൽ വീടുകളിൽ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം നിങ്ങളൊരു കോസ്റ്റ്യൂം ഇട്ടെന്ന് വെച്ച്, നിങ്ങൾ ഏതെങ്കിലും ഒരു ആളെ അനുകരിച്ചെന്ന് വെച്ച് അതിനെ എന്തോ വലിയ ഭീഷണിയായി മാറുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ തുറന്നു പറയാം, എനിക്ക് ആ നാടകത്തിൽ ശിവപ്രസാദ് മാഷിൻ്റെ രൂപവും സാധനം കണ്ടപ്പോൾ സുനിൽ പീളയിടം എന്ന് പറയുന്നത് നമ്മുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ടവനായ ഒരു പ്രാസംഗികനും എഴുത്തുകാരനുമായ അദ്ദേഹത്തെയാണ്. ഒരിക്കലും സുനിൽ പീളയിടം ഈ നോവൽ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലില്ല, കൃഷ്ണേന്ദുവായിട്ട് എൻ്റെ മനസ്സിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഞാൻ അതിനകത്ത് ചേർത്തിരുന്നു. ആ ഡയലോഗ് കൗതുകം കൊണ്ട് ഞാൻ ചേർത്തതാണ്. ആ കൗതുകം എന്ന് പറയുന്നത് ഇൻസ്റ്റാ റീലിൽ വളരെ ഹിറ്റായ ഞാൻ കാണുന്ന എന്ന് പറയുന്ന തുടങ്ങുന്ന എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്ന ആ ഡയലോഗ്. അത് അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, മറ്റൊരു ജർമ്മൻ ചിന്തകനായ ആരോ പറഞ്ഞതാണെന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്. അപ്പം എന്തായാലും അത് വളരെ വലിയൊരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ പല പ്രാവശ്യം ഞാൻ ഇത് എഴുതാൻ വേണ്ടി ആ ഡയലോഗ് ഇങ്ങനെ കേട്ടു. അതിലൊരു സ്ഥലത്ത് ഞാനെന്നുള്ളത് അയാളെന്നായി മാറിപ്പോയി. അവിടെ വെച്ച് അതിൻ്റെ ആശയത്തിന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. ഇതാണ് ആളുകളെ അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് അതിനെടുക്കാനും അത്രയും വ്യൂവർഷിപ്പ് അതിനുണ്ടാകാനും കാരണം. ആ ഡയലോഗ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എന്തുകൊണ്ട് പ്രോത്താസിൻ്റെ ഇതിഹാസത്തിൽ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ നോവലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ്. കാരണം ഇത്ര ട്രോൾ മെറ്റീരിയലായ ഇത്രയും ജനകീയമായ ഒരു സാധനത്തെ നമ്മൾ നോവലിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വായനാ സമൂഹത്തിലേക്ക് അത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഉപയോഗിച്ചത്. അല്ലാതെ വൈവൈ കൃഷ്ണേന്ദു ഈ കഥാപാത്രമാണെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുമാത്രമല്ല, തോമസ് കുട്ടി സാർ എന്നോട് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സുനിൽ പീളയുടെ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരിക്കലും ഈ കോസ്റ്റ്യൂം കൊണ്ട് പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അറിവുള്ള, നല്ല ജ്ഞാനമുള്ള, നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കോസ്റ്റ്യൂം അല്ല സുനിൽ പീളയുടെ എന്നുള്ള കാര്യം കൂടിയാണ് നാടകം പറഞ്ഞു വെക്കുന്നത് അവസാനം. അല്ലേ, നാടകം അത് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം സുനിൽ പീളയുടെ അല്ല, ഇത് കോസ്റ്റ്യൂം എന്നുള്ളത് മാത്രമല്ല സുനിൽ പീളയുടെ, അതിനെ മറികടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടെന്നോടെയാണ് പറഞ്ഞു വെക്കുന്നത്. കോസ്റ്റ്യൂമിനെ മറികടന്നുകൊണ്ടുള്ള ഒരു സുനിൽ പീളയുടെ സാധ്യമാണ് നമുക്ക്. മാത്രമല്ല ഒരു തരത്തിൽ വൈവൈ കൃഷ്ണേന്ദുവിന്റെ ക്യാരക്ടറിന്റെ ഒരു രൂപം എടുത്തു നോക്കിയാൽ അയാൾ തൃശ്ശൂർകാരനാണ്. അതെ, അയാൾ ഈ കുട്ടിക്കാലത്ത് തന്നെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞത് നിന്നെ കാണാൻ രവിയെ പോലെ ഇട്ടു. അപ്പൊ അതിനകത്ത് ഈ ആകർഷണായി ഒരു മണിക്കും പോവാതെ പിന്നെ അങ്ങ് വെറുതെ പിന്നൊന്നും വായിച്ചിട്ടില്ല. ഒന്നും വായിച്ചിട്ടില്ല, വായിക്കേണ്ട കാര്യം ചോദിക്കുന്നുണ്ട്, പ്രോസ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഒന്നും വായിച്ചില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ ആവശ്യം വന്നിട്ട്. അപ്പൊ പിന്നെ നീ പിന്നെ ഈ അന്നൊരു തവണ വായിച്ച സാധനം ഇപ്പോഴും പറയുന്നതിന്റെ എന്താ അതിന്റെ ലോജിക്ക് എന്താ ചോദിക്കുന്നത്. അപ്പൊ അയാൾ വേണം അതൊക്കെ ഞാൻ അവിടുന്ന് പറയുന്നത് കേട്ടിട്ടാണ്, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഇന്റലക്ച്വലായ ആളുകള് പലയിടങ്ങളിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചുരണ്ടിയെടുത്ത് അവരെയൊക്കെ അനുകരിച്ച് ആ കോസ്റ്റ്യൂം സ്വീകരിച്ച് അതാണ് അങ്ങനെ. അതായത് സുനിൽ പീളയിടത്തെ അനുകരിക്കുന്ന ഒരാളാണ് വൈവൈ കൃഷ്ണേന്ദു എന്നാണ് നാടകം പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, തീർച്ചയായിട്ടും അത് അങ്ങനെ എനിക്ക് തോന്നുന്നത്. നാടകത്തിൽ എപ്പോഴും ഈ ടൈപ്പുകൾ ആവശ്യമാണ്. കാരണം ടൈപ്പുകളിലൂടെ, അത് നാടകത്തിലായാലും കാർട്ടൂണിൽ ഒരു CIT-കാരനെ വരയ്ക്കുമ്പോൾ ഒരു വളഞ്ഞ ചുണ്ടും ഇപ്പുറത്തെ ഒരു കുത്തും ചുരുണ്ട മുടിയും മടക്കി കുത്തിയ മുണ്ടും സ്കെച്ച് ആയിട്ട് വരയ്ക്കും. എന്താ കാര്യം? ഇതൊരു ടൈപ്പാണ്, എല്ലാവരും ഇങ്ങനെ ആയിട്ടില്ല. ഇതേപോലെ തിയേറ്ററിലും ടൈപ്പുകൾ വേണം, ആവശ്യമാണ്. അവിടെ മുസ്ലിം കഥാപാത്രത്തിന് പണ്ടേ ഒരു ടൈപ്പ്, പച്ച ബെൽറ്റും ഒരു ബനിയനും, അങ്ങനെയാണ്. ടൈപ്പുകളിലൂടെയാണ് പിന്നെ ഈ തരത്തില് തിയേറ്റർ അതിന്റെ ആഹാര്യം അത് ഈ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാനുള്ള ഒരു വഴിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡയലോഗ് നോവലിൽ ഉപയോഗിച്ചതുപോലെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ ആ നോവലില് നമ്മൾ നാടകത്തിലേക്ക് എത്തിയ സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല, ഈ കൃഷ്ണേന്ദു സ്റ്റേജിൽ പെർഫോം ചെയ്യുക, അതായത് അയാൾ ക്ഷണിക്കപ്പെട്ട് വരുന്ന ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾ ഇത് അനുകരിക്കുന്നത്, സുനിൽ പീളയുടെ അനുകരിക്കുന്നത്. കാരണം അയാൾക്ക് അവിടെയാണ് ഇത് തീർച്ചയായിട്ടും നാടകം സൂക്ഷ്മമായിട്ട് കാണുമ്പോൾ നമുക്ക് തൃശ്ശൂരുകാരനായ സാധാരണ ബാറിലിരിക്കുമ്പം സുനിൽ പീളയുടെ അല്ല. ഈ വൈവൈ കൃഷ്ണേന്ദു സുനിൽ പീളയുടെ കോച്ചിതാണ്.
ശരിക്കും പല സ്ഥലത്തും ചോദിച്ചവരേണ്ടി വന്നാണ്, അയാൾക്ക് വായനയില്ലല്ലോ. അപ്പം അതാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും. അല്ല, ഇതിന്റെ എല്ലാം അപ്പുറം വളരെ ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ. അതായത് 43ഓളം ആളുകൾ അഭിനയിക്കുന്നു. നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ ഒരു മിനിറ്റ് പോലും ഒരാളും വിരസതയോടെ അക്ഷമയോടെ നിന്നില്ല. അതും മഴ പെയ്ത് ഇടയ്ക്ക് മഴയുടെ ഭീഷണി നിലനിന്നിട്ട് തുറന്ന വേദിയിൽ ഈ 2 വണ്ടികൾ ആ പറമ്പിൽ കൂടെ ഓടി വന്നിരിക്കുന്ന ഒരു വെട്ടത്തിൽ ഒരു സീക്വൻസ് നമ്മൾ ചെയ്തു. ഇതൊക്കെ ഒരു വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു. തീർച്ചയായും. ഒരുപക്ഷെ പിന്നെ ശിവരാമന്റെ പോലെ ഒക്കെ ഉള്ള ദീപന് പോലെയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അത് വലിയ ഗ്യാലറികളിൽ, വലിയ ക്യാൻവാസിൽ, വലിയ സാമ്പത്തികവും സാങ്കേതികവുമായ പിൻബലത്തിൽ പ്രൊഫഷണലിസത്തിന്റെ ഒരു 100% മുഴുപ്പോട് കൂടിയാണ്. ഇത് നമ്മുടെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും നാട്ടുകാരും വിതൗട്ട് എനി ഫിനാൻഷ്യൽ സപ്പോർട്ട്, വളരെ നോമിനലായ ചില വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ട്, അത് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരം ഒരു അധ്വാനത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ അകത്ത് ഈ പൊളിറ്റിക്സ്, എസ്തെറ്റിക്കൽ പൊളിറ്റിക്സ് എന്താണ് എന്നാണ് സത്യത്തിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. നേരത്തെ പ്രമേയത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന പ്രത്യക്ഷ രാഷ്ട്രീയമല്ലാതെ സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. പാർട്ടി പൊളിറ്റിക്സ് അല്ല രാഷ്ട്രീയം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ധാർമ്മികത വലിയൊരു രാഷ്ട്രീയമാണ്. നമ്മുടെ എസ്തെറ്റിക്സിനകത്ത് അത് ഉണ്ടാവണം. നിർഭാഗ്യവശാലും മലയാളം തിയേറ്ററിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ഇറ്റ്ഫോക്കിൽ കളിച്ചിരുന്ന, ഇപ്പോഴത്തെ അല്ല അതിന് മുന്നേ കളിച്ചിരുന്ന കക്കുകളി എന്ന് പറയുന്ന ഒരു നാടകത്തെക്കുറിച്ച് ഞാൻ പറയാം. വളരെ മനോഹരമായ ഒരു കഥയാണ് നൊറോണ. ആ കഥയുടെ വിലോലമായിട്ടുള്ള എല്ലാ ഭാവങ്ങളുമുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ആന്തരികമായ വേദനയുള്ള ഗംഭീരമായ ഒരു കഥയാണ്. ആ മട്ടിൽ തന്നെയാണ് അതിൻ്റെ നറേഷനും. പക്ഷെ അത് കളിക്കാൻ അരങ്ങിലേക്ക് എത്തിയപ്പോൾ നിർഭാഗ്യവശാൽ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ആ സംഘത്തിൻ്റെ രാഷ്ട്രീയം പറയാം, പ്രത്യക്ഷ രാഷ്ട്രീയം പറയുകയും ഇടയ്ക്ക് ചില കൊടി പിടിക്കുകയും അതിനുവേണ്ടി മുദ്രാവാക്യം പറയുകയും ആ ഭിത്തിയിൽ ചില നേതാക്കന്മാരുടെ പടം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് വളരെയധികം പിന്നോട്ട് പോയി. എന്തുകൊണ്ട് പറ്റുന്നു? അതിന് ഒരുപാട് കാരണമുണ്ടാകാം. സാഹചര്യങ്ങൾ നിർബന്ധിക്കുന്നു. ഇതുമൂലം അതിന് പ്രമോഷൻ കിട്ടുമെന്ന് അവർ വ്യാമോഹിക്കുന്നു. ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും പ്രമോഷൻ, നെഗറ്റീവ് പ്രൊമോഷനാണല്ലോ. ആ തരത്തിൽ പിന്നീട് അവർക്ക് അത് ഒരു സ്റ്റേബിളായിട്ട് നിലനിൽക്കാനും ഒക്കെ ഇതുകൊണ്ട് കഴിയുന്നുണ്ടാകാം. രാഷ്ട്രീയ നേട്ടമുണ്ട്, സാമ്പത്തിക നേട്ടമുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത്, നമ്മളൊരു വർക്ക് പാർട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു സംശുദ്ധി വേണം. അത് എഴുത്തുകാരൻ്റെ, നോവലിസ്റ്റ് എഴുതുന്ന വാക്കുകളുടെ അതേ അല്ലല്ലോ. അതിൻ്റെ അപ്പുറം തിയേറ്ററിൻ്റെ ലാംഗ്വേജിലേക്ക് അത് മാറുമ്പോഴും നമ്മൾ പരിരക്ഷിക്കേണ്ടുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു സംഗതി അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ തുറന്ന് പറയാം, എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം, എൻ്റെ കഥകൾ നാടകമായിക്കോട്ടെ എന്ന് പലരും ചോദിച്ചു വരുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം സാറിപ്പോൾ ഈ പറഞ്ഞതാണ്. എന്നാ വെച്ചാൽ, നമ്മൾ കഥയിലൂടെ, ഞാൻ ഇന്ന് വരെ കഥയിലൂടെ ഒരു വിഭാഗത്തെ ആക്രമിക്കാൻ, ഒരു സമുദായത്തെ കുറ്റം പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഭാഗീയതയുടെ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു കഥയിലോ നോവലിലോ ഞാൻ ശ്രമിക്കാറില്ല. എനിക്ക് എൻ്റെ ആവശ്യം. കാരണം വ്യക്തി സംഘർഷങ്ങളുണ്ട്, സാമൂഹ്യമായ, ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പെട്ടുപോകുന്ന, മതത്തിൽ പെട്ടുപോകുന്ന ആളുകളുടെ വ്യക്തി സംഘർഷങ്ങളുണ്ട്. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് അത് അതിൻ്റെ കുറ്റമാണെന്നോ അല്ലെങ്കിൽ അതിനെ വിധിക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ മിക്കവാറും ചില എൻ്റെ 1-2 എന്നോട് അനുവാദം ചോദിക്കാതെ ഉടമസ്ഥൻ എന്നൊക്കെയുള്ള എൻ്റെ കഥ എടുത്തിട്ട് സ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ ചിലർ ചെയ്തു. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബാലിശമായി, വളരെ പെരിഫറലായിട്ടുള്ള എന്തൊക്കെയോ കാണിച്ചു കൂട്ടി നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യത്തിലേക്ക്, വിവാദത്തിലേക്ക് നമ്മളെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ നാടകം ചെയ്യുമ്പോഴും എനിക്ക് ആ പേടിയുണ്ടായിരുന്നു.
അത് അപ്പോൾ സ്വാഭാവികം. സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങൾ ആ നാടകം ചെയ്യുമ്പോഴും എനിക്ക് പേടിയുണ്ട്. നമുക്ക് അതിന് മുമ്പ് പരിചയമില്ല. പരിചയമില്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം ബാസു മാഷാണെങ്കിലും തോമസ് സാറാണെങ്കിലും ശിവപ്രസാദ് മാഷാണെങ്കിലും നിങ്ങളൊരു കുറച്ചുകൂടെ ഇൻ്റലക്ച്വലായ ആളുകളാണ്, വളരെ ഇൻ്റലക്ച്വൽ. അപ്പോൾ അത്തരം ഒരാൾ ഇത്ര ഒരു ലൈറ്റായിട്ടുള്ള ഒരു സാധനം എടുത്ത് എങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ഇതിനെ എങ്ങനെ കാണും എന്നുള്ള ഒരു. പക്ഷേ എനിക്ക് നാടകം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെടുത്ത ആ എഫേർട്ട്, നിങ്ങൾ അതിന് സ്വീകരിച്ച ആവിഷ്കാര തന്ത്രം, അതാണ് അരീന നാടകവേദിയിലേക്ക് അത് മാറ്റിയതോടുകൂടി ആ ജനകീയത നിങ്ങൾക്ക് തൊട്ടെടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാ വെച്ചാൽ വലിയ സന്തോഷം സാർ അത് തിരിച്ചറിഞ്ഞാലേ. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, അരീനയിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഫ്രീ നമുക്ക് ഒളിച്ചിരിക്കാൻ സൈഡ് കട്ട് ഇല്ല. അപ്പൊ എന്താണ് ജനം ഇത് കണ്ടോണ്ടിരിക്കുന്നത്, എല്ലാം കണ്ടോണ്ടിരിക്കുന്നത്, ജനം ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു കൃത്യമായി കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കൃതികളും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഞാൻ എടുക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു, കാരണം പുതിയ കാലം എന്ന് പറയുന്നത് ലൈവുകളെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലൈവാണ്. നമ്മളിപ്പം ഇവിടെ ഇരുന്ന് ഈ പറയുന്നതിനേക്കാളും നമ്മുടെ വ്യക്തി ജീവിതം ലൈവാണ്. എത്രയോ വളരെ ചുരുങ്ങിയ സമയം മാത്രം, ചുരുങ്ങിയതെന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിൽ കയറി കഥ കടച്ച് കഴിഞ്ഞാൽ പോലും എന്താണ് ലൈവാണ്. നമ്മൾ എവിടെയുണ്ടെന്നുള്ള ആളുകൾക്കറിയാം, എവിടെ ഉണ്ടെന്നുള്ള ആളുകൾക്കറിയാം. അത് പറഞ്ഞപ്പോഴേ ഒരു കഥ പറയാം. ഈ പഴയ സിനിമകളുടെ എല്ലാം ക്ലൈമാക്സ് ഈ നായികയെ അതിന്റെ അച്ഛനും അമ്മയും പിടിച്ച് പൂട്ടിയിടുമ്പോഴായിരുന്നു സംഘർഷം മൂർച്ഛിക്കുക. നായകൻ വെളിയിലാണ്, ഒളിച്ചോടാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. കാര്യം അകത്ത് ഫോണുണ്ട്, ഇപ്പൊ കുറ്റാന്വേഷണ സിനിമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി CCTV ഉള്ളത് കൊണ്ടും മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടും കുറ്റകൃത്യങ്ങൾ ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും. അതെ. പിന്നെ പഴയ കാലത്തെ നടന്ന സംഭവങ്ങൾ അത് വിഷമിക്കും. ഇന്ന് ഷെർലക് ഹോംസിന്റെ ആവശ്യമില്ല. IT വിദഗ്ധനെയാണ് ഇന്ന് വേണ്ടത്. അപ്പം അത്ര ഞാൻ പറഞ്ഞ ഇത് ഈ സാധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ നാടകം ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൈവ്നെസ്സിൻ്റെ ഒരു ഭംഗി ആ നാടക അവതരണത്തിനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ലൈവായി നിൽക്കുമ്പം കിട്ടുന്ന ഒരു ഭംഗിയുണ്ടല്ലോ. ഞാൻ രുചികൾ, മണങ്ങൾ, സാധനങ്ങൾ. അപ്പം ഇനിയുള്ള കാലത്ത് അതും കൂടിയാണ് നാടകം പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഇനിയുള്ള കാലത്ത് കെട്ടുകാഴ്ചകൾ കൊണ്ട് നിങ്ങൾ വിലയിരുത്തപ്പെടില്ല. ഏറ്റവും പുതിയ തലമുറയുടെ ഒപ്പം നടക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടികൾ അവർ ഈ കെട്ടുകാഴ്ചകളെ അവർ ഒരിക്കലും കാണുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ അതിനൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല. ഞാൻ പിള്ളേരോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ അവർ തൊപ്പിയൊക്കെയാണ്. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്തിനാണ് തൊപ്പിയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവരൊക്കെ ലൈവാണ്. അവർ വേറെ വേഷം കെട്ടലുകളല്ല അവരുടേത്. അവർ ഉള്ളതുപോലെ പറയുന്നുള്ളൂ. അവരുടെ ഭാഷയിൽ ഉള്ളതാണ്. ഞാനിപ്പോൾ ചുരുളി എഴുതി കഴിഞ്ഞപ്പം പിള്ളേർ, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് സ്കൂളിലൊക്കെ വൻ പ്രശ്നമാകും. കുട്ടികൾ മാതാപിതാക്കളോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അവർ മാതാപിതാക്കൾ ഈ ഭാഷയാണ് വീട്ടിൽ സംസാരിക്കുന്നത്. അപ്പം പിന്നെ അത് കണ്ടിട്ട് അതിനെന്താണ് കുട്ടികൾ, നിങ്ങൾ പറയുന്ന ഭാഷയല്ലേ ഇത്, നമ്മൾ നാട്ടിൽ കൂടുമ്പം പറയുന്ന ഭാഷയല്ലേ എന്ന് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ, കാരണം അവർ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ ലൈവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതാണ് അരീന നാടക സ്റ്റേജിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഇത് ലൈവാണ്. ഇത് ലൈവായി നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ പിറന്നാളാഘോഷം നടക്കുമ്പോൾ കേക്ക് അവർ കാണുന്നുണ്ട്, കപ്പ ബിരിയാണി അവിടെ വിളമ്പുന്നുണ്ട്, അവിടെ മറ്റു കാര്യം എല്ലാം റബ്ബർ ഷീറ്റിൻ്റെ മണം വരുന്നുണ്ട്, അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നതോടുകൂടി എന്ന് വെച്ചാൽ ഒരു ലൈവായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അത് ഈ നാടകത്തിന് ഏറ്റവും യോജിച്ച ഒരു പ്രൊഡക്ഷനായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഈ നാടകത്തിൻ്റെ സ്വഭാവത്തിന്. അതെ പക്ഷേ അതായത് നാട്യശാസ്ത്രം തന്നെ, ഭരതമുനി തന്നെ ഗന്ധത്തിൻ്റെ സാന്നിധ്യം പെർഫോമൻസിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ വേറെ കുറച്ചുകൂടി തുറന്നാലോചിക്കുമ്പോൾ നാടകം കണ്ണിൻ്റെ കലയാണ് എന്നൊക്കെ സുമാരൻ മാഷെ പോലുള്ള ആളുകൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറം ഇന്ദ്രിയങ്ങളുടെ കലയായി പഞ്ചേന്ദ്രിയങ്ങളും പങ്കെടുക്കുന്ന ഒരു ഉത്സവമായി, അത് കണ്ണും തൊക്കും മൂക്കും നാക്കും എല്ലാം കൂടെ പകർന്നാടുന്ന ഒരു ദേശമായി പിന്നെ നാടകത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അരങ്ങ് ഒരു ഇൻക്ലൂസീവായ എല്ലാം ചേരുന്ന,
അതിനകത്ത് നമ്മുടെ വേദനകളുണ്ട്, സ്നേഹങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, ഈ പറയുന്ന ഹിപ്പോക്രസി ഉണ്ട്. ഹിപ്പോക്രസി ആക്ടിങ് ഹിപ്പോക്രസി ആണല്ലോ. അപ്പോൾ ആ ആക്ടിങ്ങിൻ്റെ ഇനാക്ഷനാണ് അത്. ഹിപ്പോക്രസി തന്നെ അവതരിപ്പിച്ച് കാണിക്കുന്നത് അതിന് ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പോൾ കുറെ കൂടെ സംശുദ്ധമായ, ഒരുപക്ഷെ അരിസ്റ്റോട്ടിലൊക്കെ പറയുന്ന കുറെ കൂടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള കഥാർസിസിന് ശേഷമുള്ള ഒരു തിയേറ്റർ, അത് പൊളിറ്റിക്കൽ തിയേറ്റർ, നമ്മൾ കാണുന്ന പ്രൊപ്പഗാൻഡ തിയേറ്റർ അല്ലാതെ മനുഷ്യത്വത്തിൽ അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയം അത് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വലിയ ഒരു ശ്രമമായിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതിന് സത്യത്തിൽ നിങ്ങളുടെ കൃതിയാണ് കാരണമായത്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അരാജവാദിയുടെ അപകടമരണം ചെയ്തത്. ക്ലാസിക് വർക്ക്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ്. അത് നമുക്ക് വളരെ സ്വീകാര്യമായിട്ട് ഞാൻ അറിഞ്ഞു അതിനെപ്പറ്റി. അപ്പൊ അത് കളിച്ച് കഴിഞ്ഞ് അടുത്ത ലൈറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതൊന്ന് വ്യത്യസ്തമായ ഒരു കളി നടന്നു. എന്നെ വീണ്ടും കളിക്കാം. അതാണ് ഈ രണ്ട് റേഞ്ചിലുള്ള സാധനങ്ങൾ യാതൊരു സമയമില്ല. എന്തായാലും നന്നായി. എനിക്കും വളരെ സന്തോഷം. പ്രോത്താസിന്റെ ഇതിഹാസം എന്ന കൃതിക്ക് കൂടുതൽ സ്വീകാര്യത, കൂടുതൽ വായന, കൂടുതൽ ചർച്ച ചെയ്യാനുള്ള അത്. കാരണം ഞാൻ എപ്പോഴും തുറന്ന മനസ്സോടുകൂടി എൻ്റെ ഒരു കൃതിയും അടഞ്ഞ കമ്പാർട്ട്മെൻറ്റുകളല്ല. അത് ഞാൻ അവസാന വാക്കല്ല. ഞാൻ അത്ര ഒരു അവസാന വാക്കായിട്ട് നമുക്കൊരു കൺക്ലൂഷനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന കൃതി മാറ്റി എഴുതിയതിൻ്റെ, എൻ്റെ ക്ലൈമാക്സ് മാറ്റി എഴുതിയതിൻ്റെ. അപ്പം ഒരു അങ്ങനെ യാദൃശ്ചികം പറയട്ടെ, ശിവപ്രസാദ് മാഷ് കരിക്കോട്ടക്കരിയിലെ നിക്കോളച്ചനെയും അവതരിപ്പിച്ചിട്ടുള്ള അപ്പോൾ കരിക്കോട്ടക്കരിയുടെ എനിക്ക് മാറ്റി എഴുതേണ്ടി വന്നത്. കാരണം ഇതൊരു തുറന്ന സമീപനത്തോടു കൂടി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള വലിയൊരു മികവ് പുലർത്തിയൊരു നാടകമാണ്. ആ നാടകത്തിന് എൻ്റെ കൃതി പാത്രമായെന്നുള്ള എനിക്ക് വലിയ സന്തോഷം തരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, എന്തായാലും വളരെ പോസിറ്റീവായ ചിന്തകളാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആരെയും ഇകഴ്ത്താനോ ആരെയും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊന്നും അല്ല. മറിച്ച് ഒരു കലാരൂപം അതിൻ്റെ എല്ലാ സത്യസന്ധതയോടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റു വിവാദങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല എന്നും, നിങ്ങൾക്ക് ആർക്കും ഒരു അപകടവും അങ്ങനെയല്ല, അപകടം എന്ന് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ളൊരു സംഭവമായിട്ട് ഇത് മാറില്ല എന്നും, ഇതൊരു കലയുടെ നന്മ എന്ന് പറയുന്നൊരു സംഭവമായിട്ട് തന്നെ ഇതിനെല്ലാവരും സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാത്തതൊക്കെ ചില ചർച്ചകൾ മാത്രമാണ്. ആ ചർച്ചകൾ മാത്രമായി അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് പ്രോ പ്ലസ് ആണ്, പ്രോത്താസിസ് അല്ല. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ടാവാം. പ്രോത്താസിസിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ ഒരു പ്ലസ് കുരിശാണല്ലോ. അതെ, കുരിശ് ചുമക്കുമ്പോഴാണ് കല ഉണ്ടാവുക. അപ്പോൾ അതായിട്ട് നമ്മൾ അത് കൺസീവ് ചെയ്തു, വിജയകരമായി അവതരിപ്പിച്ചു. നമ്മൾ അടുത്ത വേദികളിലേക്ക് പ്രതീക്ഷിക്കുന്നു. അത് മാഷിനും ചിലപ്പോൾ സഹായിക്കാൻ പറ്റും, അല്ലെ ഈ കേട്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും, അല്ലേ? അപ്പോൾ ഒരു സാറിനും കൂടെ നമ്മള് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം ഈ പറഞ്ഞ പോലെ വിനോയുടെ 2 വർക്ക്. അതെ, വളരെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 വർക്ക്. നിക്കോളച്ചൻ ഒരു വലിയ വൻമരമാണ്. നിക്കോളച്ചനെ ആവിഷ്കരിക്കാൻ പറ്റി കുറെ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണേന്ദുവിലേക്ക് വളരെ ലേറ്റ് ആയിട്ട് വേറെ ഒന്നാണ്. അപ്പൊ അത് ചെയ്യാൻ പറ്റി. ആക്ടർ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷം. വിനോയായിട്ട് വളരെ മുതൽ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ അത് നിലയ്ക്ക് വിനോയോട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സംഘം നന്ദി അറിയിക്കുന്നു. കാരണം ആ വർക്കാണ് ഞങ്ങളെ ഒരു വർക്കിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. മാത്രമല്ല വിനോയുടെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള അതിന്റെ സ്വീകരണവും ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നാടകം കണ്ടിട്ട് വിനോയ്ക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായം വരുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ആലോചിച്ചു. കാരണം കരിക്കോട്ടക്കരയുടെ ഒരു അനുഭവം എനിക്ക് അത് കളിക്കുന്ന സമയത്ത് സജിയോട് വിനോയ് പറയണൊക്കെ ഞങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അനുഭവം വെച്ച്, മാത്രമല്ല വിനോയ്ക്ക് നാടകമായിട്ട് ബന്ധമുണ്ട്. ഞാൻ നാടകത്തിലാണ് തുടങ്ങുന്നത്. ഈ ആർട്ട് ഫോം എന്താണെന്ന് അതുകൊണ്ട് ഞങ്ങൾ വളരെ ആ നിലയ്ക്കാണ് നിന്ന്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചേക്കാൾ വിനോയ് അതിനെ സ്വീകരിക്കുകയും വളരെ സന്തോഷം. വാസുമാഷിന്റെ കാര്യം നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. കാര്യം നോവൽ കണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ സാധ്യത വാഷുമാസ് എഴുതി തന്ന
ആ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ വർക്ക്. കാര്യം നോവൽ സ്വാഭാവികമായിട്ട് ഒരു പരന്ന ആ ഒരു ആഖ്യാനമാണല്ലോ. അതൊരു സീനുകളിലേക്കും സിറ്റുവേഷനുകളിലേക്കും ഒന്ന് കൈയൊതുക്കത്തോടു കൂടി ആക്കി തന്നത് വാസു മാഷാണ്. അദ്ദേഹത്തെ കൂടെ ഗംഭീര ആയിട്ടുള്ള പ്രയാസമാണ്. പക്ഷെ പുള്ളി അത് വളരെ വിദഗ്ധമായി വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഒരു സമയം പോലും ഈ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ചെറിയ കുട്ടികൾ പോലും ചെറുതായിട്ട് അതുകൂടെ പറയാം. ഈ ബർത്ത്ഡേ സീനിൽ അവിടെ നിന്നുള്ള 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ വന്ന് അഭിനയിച്ച മനോജ് മാഷ് ഉൾപ്പെടെ. ഇനി ഈ മേക്കിങ്ങിനകത്തുള്ള ഒരു രസാനുഭവം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഇതിനെ ഒരു പ്രാപഞ്ചികമായ ഒരു പെർഫോമൻസായിട്ട് മണ്ണും ആകാശവും എല്ലാം ചേരുന്ന മൃഗങ്ങളും ഒരു എക്കോളജിക്കലായിട്ടുള്ള ഒരു സംഭവമായിട്ട് ചെയ്യാനായിട്ട് പല വട്ടം ആലോചിച്ച് അതിനെ ഒരു ആടിനെ കഥാപാത്രമായിട്ട് വിചാരിച്ചു. പക്ഷേ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു വലിയ മുട്ടനാടേ ഉള്ളൂ ആ ഭാഗത്ത്. അത് വന്നാൽ അതിന് അഭിനയം തിരിയാതെ നാട്ടുകാരുടെ മേളിലോട്ട് ചാടി കളഞ്ഞാൽ നാടകം പൊളിയല്ലോ എന്ന് വിചാരിച്ച് അതിനെ എടുത്തില്ല. പിന്നെ പകരം ഒരു പൂച്ചക്കുട്ടിയെ കിട്ടും. അപ്പോൾ അത് കൈകാര്യം ചെയ്യാവുന്ന വിചാരിച്ചിരുന്ന 2 കഥാപാത്രങ്ങൾക്ക് പൂച്ചയെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചു. പക്ഷേ ഞങ്ങളുടെ റിഹേഴ്സൽ കണ്ടുകൊണ്ട് ആ സ്റ്റേജിൻ്റെ അടുത്ത് പരിസരത്ത് തന്നെ താമസിക്കുന്ന ഒരു നായ നാടകം നടന്നപ്പോൾ സ്റ്റേജിനകത്തെന്ന് പറഞ്ഞാൽ അരീനയിൽ കയറി ഇത്രയേറെ എല്ലാവരെയൊക്കെ നോക്കി. എന്നിട്ട് യാതൊരു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. നന്മയുടെ ഒരു അവതരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ പര്യവസാനവും അതിന്റെ പരിണിത ഫലങ്ങളും നന്മ തന്നെയായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് സന്തോഷം.